നിങ്ങൾക്ക് കേൾക്കണോ? മൂപ്പര് പറയുന്നത്, മൂപ്പര് കൂട്ടുകാരനുണ്ട് സക്കരിയാസനായി, മൂപ്പര് എന്നെ ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചു പോലും, കടവത്തൂർ വെല്ലുവിളിച്ചു പോലും. ആ വെല്ലുവിളിക്ക് ഞാൻ പോയി മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് മൂപ്പര് കണക്കിലെടുക്കുന്നില്ല. മൂപ്പര് പറയുന്നത് ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചില്ലേ പേരോടിനെ സക്കരിയാസനായി, എന്നിട്ടെന്താ പോവാത്തത്, എന്നെ തന്നെ എന്താ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് മൂപ്പര് ചോദിക്കുന്നതിന്റെ ആകത്തുക മകന. അതിപ്പോ ചേച്ചേട്ടിന്ന് മൂപ്പര് അത് പറഞ്ഞു. എന്നാ സക്കരിയാസനാഹി വെല്ലുവിളിച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടിയിൽ ഞാൻ പറഞ്ഞു, സക്കരിയാസനാഹിക്കും ഈ മൗലവിമാർക്കൊന്നും മറുപടി ഞാൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. അള്ളാഹുവിനെ തൊപ്പിക്കൊണ്ട് എന്റെ അടുത്ത് മീസാൻ മുതൽ ഓതി പഠിച്ച മുത്തഅല്ലിമീങ്ങൾ ഓതി പഠിച്ച് സഖാഫികളായി ഇപ്പോൾ ദർശനത്തെയും അത് പറയുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. ഞാൻ അവരെയാണ് ഇനി അങ്ങോട്ട് പറഞ്ഞേക്കുക എന്ന് പറഞ്ഞു. അത് ഞാൻ കടവത്തുകൊണ്ട് പറഞ്ഞൊന്ന് കേട്ടോളി. അതിന്റെ CD നിങ്ങൾക്ക് കിട്ടും. നല്ല രസമുള്ള CD ആണ്. മൗലവിമാരെ ഏകദേശ തട്ടിപ്പ് ഞാൻ അതിൽ ഓരോന്നോരോന്നായി എടുത്തു കാണിച്ചിട്ടുണ്ട്. അതാണ് അക്ബറിന്റെ വിവരക്കേടും മുജാഹിദിന്റെ ഗതികേടും എന്ന CD. അതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം അങ്ങോട്ട് കേട്ടോളി. മൗലവി എന്നെ ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുന്നു, ഞാൻ വളരെ പാവപ്പെട്ട ആളെ പോലെ മറുപടി പറയുന്നു. അത് കേട്ടോളി. അദ്ദേഹത്തിന്റെ വെല്ലുവിളി നിങ്ങളൊന്ന് കേട്ടോ. കരിയാട് എൻ്റെ ശിഷ്യൻ നൗഷാദ് സഖാഫി, അദ്ദേഹം ഇവിടെ ഈ സ്റ്റേജിലുണ്ട്. അദ്ദേഹം കരിയാട് പോയി പ്രസംഗിച്ചു. സക്കരിയാസനായി പിന്നെ മറുപടി പറയാൻ വന്നോ? വാണിമേൽ പോയി ചേലമുക്ക് പ്രസംഗിച്ചു. പിന്നെ സക്കരിയാസനായി മറുപടി പറഞ്ഞോ? പോകട്ടെ, എരഞ്ഞിന്റെ കീഴിൽ പ്രസംഗിച്ചു ഒരാഴ്ച മുമ്പ്. സക്കരിയാസനായി മറുപടി പറഞ്ഞോ? എന്റെ ശിഷ്യന്മാരാ അവിടെ വന്ന് പ്രസംഗിച്ചത്. അതുകൊണ്ട് സക്കരിയാസനാഹി എന്നെ വെല്ലുവിളിക്കുന്നത് ഇത് ഒക്കെ ഇൻഷാ അല്ലാഹ് എന്റെ കുട്ടികളായിരിക്കും ഇനി നേരിടുന്നത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ്. എന്റെ പേരും വെച്ച് CD ഇറക്കി പൈസ ഉണ്ടാക്കാന്നില്ല ആ മോഹം ഇനി മനസ്സിൽ വേണ്ട എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഒന്ന് വെച്ചു കൊടുത്താമനെ. കടവത്തൂരിലെ ഈ പേരോടിന്റെ പ്രസംഗം സംഘടിപ്പിച്ച സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇയാളെ തന്നെ കൊണ്ടുവരണം, ഇവിടെ മറുപടി പറയണം. ഞങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ ഈ നാട്ടിലൊന്ന് ചർച്ചയാവണമെന്ന് ആഗ്രഹമുണ്ട്. പേരോട് വരട്ടെ. പേരോട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്ന ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയുവാൻ ഞങ്ങൾ തയ്യാറാണ്. ധൈര്യമുണ്ടെങ്കിൽ, പേരോട് വലിയ ആദർശവാദിയാണെങ്കിൽ ഇവിടെ വരട്ടെ, പ്രസംഗിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ വെല്ലുവിളിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. കേട്ടില്ലേ, മൂപ്പര് വെല്ലുവിളിക്കാണ്. അങ്ങനത്തെ എത്ര വെല്ലുവിളി നമ്മൾ കേട്ടതാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണം, മൂപ്പര് പറയുന്നത് ഇവിടെ നാദാപുരം പോലെ തന്നെ ഇവിടെയും എന്നർത്ഥമെന്നാണ്. അതിനാ അത് ഹുസൈൻ സലഫി നന്നായിട്ട് CD വിറ്റ് പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അയാൾക്കറിയാം. അത് ഹുസൈൻ സലഫിന്റെ കീശയിൽ പോകുന്നത് സക്കരിയാസനാഹിന്റെ കീശയിലേക്ക് വരണം. അതിനുള്ള മാർഗമാണ് മൂപ്പർ ഇങ്ങനെ ചൊല്ല് അന്വേഷിക്കുന്നത്. എല്ലാ നാദാപുരത്തുനിന്ന് അത് വലിച്ചിങ് കടവത്തൂർ കൊണ്ടിട്ടാൽ മൂപ്പര കീശയിലേക്ക് വരുമല്ലോ CD വിൽക്കുന്ന പൈസ. എന്നാൽ ആ വ്യാമോഹം വേണ്ട, അത് നടക്കാൻ പോകുന്നില്ല. നാദാപുരത്ത് വെച്ച് തന്നെ എല്ലാ മൗലവിമാരെയും പിടിച്ചു കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് അവിടെ നിന്ന് മാറിക്കളയാമെന്നൊരു ധാരണ ഒരു മൗലവിക്കും വേണ്ട എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെന്നോട് ഇങ്ങോട്ട് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞ ഭാഷയാണ്. അവൻ കേൾപ്പിച്ചു കൊടുത്തവനെ നാദാപുരം പോലെ ഇവിടെ എന്ന് പറഞ്ഞു. ഇനി ഇവിടുന്നും കിട്ടും ഇൻഷാ അല്ലാഹ്, ഇവിടെയും നമുക്കൊരു നാദാപുരം ആവർത്തിക്കാൻ പോവാ. പൂതിയാണ്. എന്നാ മൂപ്പർക്ക് എന്ത് ചെയ്യാ? CD വിറ്റ് പൈസ ഉണ്ടാക്കാം. അതിനാ ഞാൻ പറഞ്ഞത്, അതിന്റെ ശിഷ്യന്മാർ ഇൻഷാ അല്ലാഹ് നിങ്ങളെ നേരിട്ടുകൊണ്ടേയിരിക്കും. ഇനിയൊരു രസത്തിലേക്കാണ് മൗലവി പറയുന്നത്, ആലപ്പുഴയിൽ അയാൾ പ്രസംഗിച്ചിട്ട് ഞാൻ വാണിമേൽ നിന്നാണ് മറുപടി പറഞ്ഞത്. അങ്ങനെ പറയാൻ പറ്റുമോ? സയ്യിദ് സലഫി ചോദിക്കാണ് ഇവിടെ നീ ചേച്ചേട്ടിക്ക് വന്നിട്ട് ആലപ്പുഴയിൽ നിന്ന് പ്രസംഗിച്ചതിന് വാണിമേൽ നിന്ന് മറുപടി പറഞ്ഞ എന്താണ്? ആ മൗലവിക്ക് വിവരം അറിയുമോ? ഞാൻ മൗലവിന്റെ പുരേന്റെ അടുത്ത് പോയിട്ട് പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്ത് കട്ടിപ്പാറ പോയി പ്രസംഗിച്ച്. മൗലവി പോയത് എനിക്ക് മറുപടി പറയാൻ അയാളെ നാട്ടിൽ നിൽക്കാതെ ആലപ്പുഴക്ക് പോയി. ആലപ്പുഴ പോയിട്ട് അയാൾ പ്രസംഗിച്ചു. അപ്പൊ വാണിയെ പോയിട്ട് ഞാൻ മറുപടി പറഞ്ഞു. അതൊന്ന് വെച്ചുകൊടുക്ക്. അയാൾ പറയുന്നത് ആലപ്പുഴ പോയിട്ട് അയാൾ പ്രസംഗിച്ചിട്ട് ഞാൻ പാടിയെന്നാ മറുപടി പറഞ്ഞത്. അത് വെച്ചോട്ടാ മതി. ഞാൻ ആലപ്പുഴയിൽ പോയി പ്രസംഗിച്ചപ്പോ പേരോട് ആലപ്പുഴയിൽ വന്നോ? പേരോട് വാണിമേലിലാ മരുന്ന് വെക്കുന്നത്. ആലപ്പുഴയിൽ ഹുസൈൻ സലഫി പ്രസംഗിച്ച CD ഇറങ്ങിയപ്പോ അത് ക്ലിപ്പിട്ടിട്ട് നിങ്ങൾ വാണിമേലിലെ പ്രസംഗം തുടങ്ങിയിരുന്നാ ഇത് മുജാഹിദിന്റെ നേതാവ് ഹുസൈൻ സലഫിയുടെ ആലപ്പുഴ പ്രസംഗത്തിന് മറുപടിയാണ്. ആലപ്പുഴയിൽ മുറിഞ്ഞതിന് വാണിമേലിലാ മരുന്ന് വെക്കൽ. പേരോട് നിങ്ങൾ
ഏതോ അപ്പൊ ആലപ്പുഴ മൂപ്പര് പ്രസംഗിച്ചിട്ട് ഞാൻ പാടിമേന്ന് പറഞ്ഞോളൂ. മൂപ്പര് ആലപ്പുഴ പോയെന്തായിരുന്നു നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്. ഞാൻ അവിടെ പ്രസംഗിച്ചിട്ട് കൊല്ലത്തിരിയായി, സ്വന്തം നാട്ടിൽ വീട്ടിന്റെ അടുത്ത്. ഞാൻ വെറുതെ പ്രസംഗിച്ചല്ല, ഇയാൾ എന്നെ ക്ഷണിച്ചിട്ട് പോയി പ്രസംഗിച്ചാണ്. ഇവിടെ നാദാപുരത്തുനിന്ന് ഞാൻ ചോദിച്ചു, അയാളെ സ്വന്തം ബാപ്പാനെ തന്നെ പരിഹസിച്ചിട്ട് മുസ്ലിയാമാര് യാസീൻ ഓതി പൈസ കീശയിലിടുന്നതായി കാണിച്ചപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളെ ബാപ്പല്ലേ പണി സാധാരണ എടുക്കാറ്, നിങ്ങൾക്കും ചിലപ്പോൾ കിട്ടാറില്ലേ മുമ്പ്, അങ്ങനെയല്ലേ സംഭവം ഉള്ളത്, നിങ്ങൾ ബാപ്പാൻ എന്തിനാ നാദാപുരത്ത് വന്നിട്ട് പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ മൂപ്പരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊന്ന് നിങ്ങളെ നാട്ടിൽ നിന്ന് പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോ? മൂപ്പര കുടുംബക്കാരൊക്കെ ഉണ്ടാവില്ലേ, ജ്യേഷ്ഠനും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ യാസീനോടിയിട്ട് മുസ്ലിംമാര് കീശയെ പൈസ ഇടുന്നു എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാരെ പരിഹസിക്കുന്ന ഈ പ്രശ്നം സ്വന്തം നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മൗലൈ പറഞ്ഞു, അങ്ങ് വാ, എവിടെയും പ്രസംഗിക്കൂ, എനിക്കെന്താ എവിടെയും പ്രസംഗിക്കുന്നത് കുഴപ്പമുണ്ടോ, എവിടെയും പ്രസംഗിക്കും, അങ്ങോട്ട് വാ. അപ്പൊ ഞാൻ കുറെ കാത്തു നോക്കി, ഇയാൾ പ്രസംഗിക്കുന്നില്ല. അവസാനം പിന്നെ ഞാൻ തന്നെ പോയി പ്രസംഗിക്കാണ് നാട്ടിൽ. എന്നിട്ടും അയാൾ വന്നില്ല. അതൊന്ന് കേട്ടോളൂ. എന്നിട്ട് അതിന്റെ രസാതല്ല, അങ്ങനെ ഇയാള് നാട്ടിൽ പോയി ഞാൻ പ്രസംഗിച്ചിട്ട് ഞാനിങ്ങനെ വന്നതിന്റെ CD ഇറക്കി, എല്ലാവർക്കും കിട്ടി. ഇവിടുന്ന് മൂപ്പര് ചോദിച്ചത്, ഞാനെങ്ങനെ ക്ഷണിച്ചിനോ? അതെല്ലാം കൂടി ഒന്ന് കേട്ടോളൂ. ഇവർക്ക് ആദ്യം പറഞ്ഞത് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ എന്നോട് ചോദിച്ച് കട്ടുപ്പാറയിൽ പ്രസംഗം തുടങ്ങുമ്പോ തന്നെ മൂപ്പര് പറഞ്ഞാൽ എന്താ അറിയോ, മൗലവിനെ ഇവിടെ കാണാലോ, മൗലവിനെ ക്ഷണിച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത്, ഞാൻ ഇവിടെ മുജാഹിദീങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഇവിടെ കട്ടുപ്പാറ വന്നിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് മൂപ്പര് പറയുന്നത്, അതുകൊണ്ട് ക്ഷണിച്ചാൽ ആ ക്ഷണിച്ചയാൾ സ്ഥലത്തുണ്ടാകലും മാന്യതയാണ്, അതുകൊണ്ട് എന്റെ പ്രസംഗം തീരുന്നതിന് മുമ്പെങ്കിലും മൂപ്പര് ഇവിടെ എത്തുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് തുടങ്ങുന്നതെന്ന് കേട്ടോളൂ. ആദ്യമായി നിങ്ങൾക്ക് എന്നെ ക്ഷണിക്കുന്ന വാചകം ഞാൻ കേൾപ്പിച്ചു തരാം. നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. പ്രസംഗിക്കാൻ അവിടെയല്ല എവിടെയും പ്രസംഗിക്കും. അതെ, അപ്പൊ എന്നെ ക്ഷണിച്ചതാണ് കേട്ടത്. കണ്ടോ, ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? എങ്ങനെ എങ്ങനെ മൂപ്പര് പറഞ്ഞു, ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? ഞാൻ എന്റെ ഒരു സ്വപ്നം കണ്ടതാ. അങ്ങോട്ട് വാ നാട്ടിലേക്ക് പിന്നെ ഇതെന്തെങ്കിലും അത് സ്വപ്നം കണ്ടതാ ഒന്ന് വെച്ചത്, രണ്ടും കൂട്ടിയിട്ടൊന്ന് വെച്ചോട്ടാ മനെ. അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? ഞാൻ മൗലവീനെ ഒന്ന് പരിചയപ്പെട്ടാൻ വേണ്ടിയാണ് ഇത്രയും കാണിച്ചത്.